السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على خاتم الأنبياء سيد المتقين محمد بن عبد الله وعلى آله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കുവാനും വേണ്ടി നാം സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു തുടർ പഠന ക്ലാസ്സിൽ ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, എന്തിനാണ്, ഏതിനാണ്, എങ്ങനെയാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു ആമുഖം നിങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യത്തിന് എനിക്കും ഞാൻ പറയുന്നത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ മാസത്തിന്റെ മഹത്വവും പ്രാധാന്യവും ഞാനും നിങ്ങളും മനസ്സിലാക്കിയതാണ്. റമളാൻ മാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി പരിശുദ്ധ ഖുർആനിൽ നൽകപ്പെട്ട മറുപടിയാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാനിന്റെ പ്രത്യേകത നോമ്പല്ല. കാരണം നോമ്പ് റമളാൻ അല്ലാത്ത മാസങ്ങളിലുമുണ്ട്, നിർബന്ധമല്ല എന്ന് മാത്രം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ പ്രത്യേകതയായി റമളാനിന്റെ പ്രത്യേകത പറഞ്ഞത്, റമളാനിന്റെ ആ എല്ലാ ശ്രേഷ്ഠതക്കുമുള്ള കാരണം അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതാണ് റമളാന്റെ പ്രത്യേകത. അക്കാരണം കൊണ്ടാണ് നോമ്പ് നോൽക്കേണ്ടത്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. അതുകൊണ്ട് ആ മാസത്തിൽ ഹാജറുള്ളവൻ നോമ്പ് നോൽക്കട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ കാരണം ഖുർആൻ അവതരിച്ചു എന്നതാണ്. അതാണ് ആ മാസത്തിന്റെ അത്രയും മഹത്വം അതിനുണ്ടാവാനുള്ള കാരണം. അപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എത്രയായിരിക്കും, അതിന്റെ മഹത്വം എത്രയായിരിക്കും. ലോകം മുഴുവൻ, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും സ്വഭാവത്തിലും അങ്ങേയറ്റത്തെ കൂരിരുട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വിമർശകന്മാരായ ആളുകൾ പോലും ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞത് ദി ഡാർക്കസ്റ്റ് ഓഫ് ദി ഡാർക്ക് ഏജ് എന്നാണ്. ഡാർക്ക് ഏജിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം. അവിടെ നിന്ന് മാറി ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന, സംസ്കാരം പകരുന്ന, ഉന്നതമായ വിശ്വാസവും അതുല്യമായ സ്വഭാവ സംസ്കാരവും നൽകുന്ന ഒരു സമൂഹമായി ലോകത്തെ മാറ്റാൻ സാധിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ. അനുഗ്രഹീതമായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ഖുർആനെ കുറിച്ച് അല്ലാഹു തന്നെ പറഞ്ഞത് വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഗ്രന്ഥം അനുഗ്രഹീതമായ ബർക്കത്തുള്ള ഒരു ഗ്രന്ഥമാണെന്ന്. പരിശുദ്ധ ഖുർആൻ ബർക്കത്ത് കൊണ്ട് നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ്. ലിയദബ്ബറു ആയാതി, അതിലെ ഓരോ വചനങ്ങളെ കുറിച്ചും നിങ്ങൾ ഉറ്റാലോചിക്കണം. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ബർക്കത്തിന്റെ തണലിലാണ്. ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാർ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. തന്നെ പോലെയുള്ള സൃഷ്ടികളെ,
മനുഷ്യനേക്കാൾ താഴ്ന്ന നിലവാരമുള്ള ജീവികളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അൽഹംദുലില്ലാ, അങ്ങനെ സൃഷ്ടികളെ ആരാധിക്കുന്ന ഗതികേടിൽ നിന്ന് സൃഷ്ടാവായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തിയത് ഈ മഹത്തായ ഗ്രന്ഥത്തിന്റെ ബർക്കത്ത് കൊണ്ടാണ്. നാം ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു വന്നു. 5 നേരത്തെ നമസ്കാരം ഇസ്ലാം ലോക സമൂഹത്തിന് നൽകിയ അതുല്യമായ ഒരു ആരാധനാ രീതിയാണ്. മനുഷ്യരും ജിന്നുകളും മുഴുവനും ഒരുമിച്ച് കൂടിയാൽ പോലും ഇതുപോലെ ഒരു ആരാധനാ സമ്പ്രദായം ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇസ്ലാമിലെ 5 നേരത്തെ നമസ്കാരം പോലത്തെ ഒരു ഇബാദത്ത് മനുഷ്യരും ജിന്നുകളും മുഴുവൻ ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിന്റെ സംഭാവനയാണ്. കുല്ല ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ വഹീറ. മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയിട്ട് ഈ ഖുർആനിലുള്ളതുപോലെ ഒരു അധ്യായം കൊണ്ടുവരാൻ അവർ ശ്രമിച്ചാലും സാധ്യമല്ല. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസ സംഹിതകൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളും രീതികളും അതുല്യമാണ്. മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ പോലും ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയാത്ത അത്രയും വലുതാണ് ആ നമസ്കാരം. നമ്മൾ നിർവഹിച്ച നമസ്കാരം, നമ്മൾ ചൊല്ലുന്ന ഓരോ ദിക്റുകളും എല്ലാം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്താണ്. നമ്മുടെ ഭാര്യമാരോട് നാം മാന്യമായി പെരുമാറുന്നുവെങ്കിൽ അത് ഈ പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ ബർക്കത്താണ്. ലോകം മുഴുവൻ സ്ത്രീകൾ ആഭാസകളായും നഗ്നകളായും ലോകത്തിറങ്ങി നടക്കുമ്പോൾ ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ടുണ്ടായതാണ്. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കുന്ന, പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിം സമൂഹത്തെ വാർത്തെടുത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹം വാർത്തെടുക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ടാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്തുകൾ നമുക്ക് എണ്ണിയാൽ തീരില്ല. അത്രയും വലിയ ബർക്കത്തുള്ള ഒരു ഗ്രന്ഥം. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ. ഇത് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ്, ബർക്കത്ത് കൊണ്ട് നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ്. ലിയദ്ദബ്ബറു ആയാതി. പക്ഷെ അതിലെ വചനങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ആലോചിക്കണം, അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എങ്കിലേ അത് നിങ്ങൾക്ക് ബർക്കത്തായി തീരുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒന്നാമതായി എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകിയ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് അവതരിച്ചത് കൊണ്ടാണ് റമദാൻ മാസത്തിന് ബർക്കത്തുണ്ടായത്. അത് അവതരിച്ചത് കൊണ്ടാണ് ലോകത്ത് നിന്ന് കാണപ്പെടുന്ന എല്ലാ നന്മകളും. ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ക്രിസ്ത്യാനിറ്റിക്ക് ലോകത്തെ നേരെയാക്കാൻ സാധിച്ചിട്ടില്ല. അന്നത്തെ പ്രബല മതം ക്രിസ്തീയ മതമായിരുന്നു. ഒരു നല്ല വിശ്വാസമോ ഒരു നല്ല സംസ്കാരമോ നൽകാൻ കഴിയാതെ പരാജയപ്പെട്ടു അന്ന് ക്രിസ്ത്യാനിറ്റി. ജൂതായുസവും അങ്ങനെ തന്നെ. അവർക്ക് സാധിച്ചില്ല ലോകത്തെ മാറ്റാൻ. ഇന്ത്യൻ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾക്കോ അതുപോലെയുള്ള പേർഷ്യനോ റോമനോ സാമ്രാജ്യങ്ങൾക്കോ ലോകത്തിന് നല്ലൊരു വിശ്വാസമൊന്നും നൽകാൻ സാധിക്കാതെ പരാജയപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് കടന്നു വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ലോകം വെളിച്ചത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാനവ സമൂഹം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അന്ധകാരങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തിയതിനെ കുറിച്ച് സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാതിൻ ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ വ ഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം. തന്റെ അടിമയുടെ മേൽ അതിമഹത്തായ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തിനാണത്? എല്ലാ ഇരുട്ടിൽ നിന്നും നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. തീർച്ചയായും നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് അങ്ങേയറ്റം ദയയും കാരുണ്യമുള്ളവനുമാകുന്നു. പടച്ച റബ്ബിന്റെ റഹ്മത്തിന്റെ ഫലമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിക്കുന്ന റഹ്മത്തിന്റെ അതുല്യമായ വാത്സല്യത്തിന്റെ അടയാളമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആനിനെ സംബന്ധിച്ച് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ ഖുർആൻ ഹുദൻ വറഹ്മതൻ. ഇത് ഹുദയാണ്, ഇത് റഹ്മത്തുമാണ്, ഇത് കാരുണ്യമാണ്. ഇതെങ്ങനെയാണ് കാരുണ്യമായി തീരുന്നത്? എപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ഒരു കരുണയായി, കാരുണ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്നത് എന്ന്
പരിശുദ്ധ ഖുർആൻ ലോകത്ത് വരുത്തിയ മാറ്റങ്ങളും ഖുർആൻ നൽകുന്ന ഉന്നതമായ ആ വിശ്വാസവും സംസ്കാരവും ഒക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ ഇരുട്ടുകളിൽ നിന്നും എല്ലാതരം അന്ധകാരങ്ങളിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹപൂർണമായ അനുഗ്രഹ സമ്പൂർണമായ ഒരു ഗ്രന്ഥമാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ തുടർന്നുള്ള നാളുകളിൽ ഈ ബർക്കത്തിലെ ഓരോന്നും നമ്മൾ നേടിയെടുക്കും. ഇതിലെല്ലാ ബർക്കത്തുകളും നേടിയെടുക്കാനുള്ള നമ്മളുടെ പരിശ്രമത്തിന്റെ തുടക്കം ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിന്റെ ക്ലാസ്സിലൂടെ നമ്മൾ നടത്തുന്നതാകും. അതിനുവേണ്ടിയുള്ള ഒരു സംരംഭമാണ് നമ്മളിവിടെ ആരംഭിച്ചത്. ഇൻഷാ അല്ലാഹ് 1-2 ക്ലാസ്സുകളിൽ ഇതിന്റെ ഫളായിലുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ്സിലേക്ക് പോകും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു, ശ്രദ്ധിച്ചു കേൾക്കണം. ഖുർആൻ ഓതുന്നത് കേൾക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾക്കുന്നത് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഫസ്തമിഉ ലഹു, നിങ്ങൾ അത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, രണ്ടാമതൊന്നുകൂടി ചെയ്യണം, നിങ്ങൾ മിണ്ടാതിരിക്കുകയും വേണം. മിണ്ടാതെ ശ്രദ്ധിച്ച് ഖുർആനിന്റെ പാരായണം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനാണ്? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് നൽകിയേക്കാം. പടച്ചറബ് നിങ്ങളെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞേക്കാം. ഇപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ അത് ശ്രവിക്കുന്നത് പോലും, ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സദസ്സിൽ മിണ്ടാതെ അത് കേൾക്കുന്നത് പോലും റഹ്മത്തിന് കാരണമാണ്. റഹ്മത്തിന് കാരണമാണ്. അപ്പോ പരിശുദ്ധ ഖുർആൻ ശ്രവിക്കുന്നത് പോലും റഹ്മത്തിന് കാരണമാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം എത്രമാത്രം വലിയ നിഅമത്തിലേക്കും എത്രമാത്രം വലിയ റഹ്മത്തിലേക്കും നമ്മളെ നയിക്കും എന്ന് ആലോചിക്കുക. മാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്താണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുമെങ്കിൽ ആ പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും പഠിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളെ ജീവിതത്തിലെ അമൂല്യമായ മുഹൂർത്തമായി കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപ എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്ന ഒരു ഏർപ്പാട് നമ്മളോട് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ അതിന് എന്തൊക്കെ ശ്രമമാണോ നടത്തേണ്ടത് അതൊക്കെ നടത്തും. അത് പടച്ചറബിന്റെ ഒരു നിഅമത്താണെങ്കിലോ തീർച്ചയായും അത് വാരിക്കൂട്ടാൻ നമ്മൾ ശ്രമിക്കും. എന്നാൽ അറിയുക, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പഠിക്കൽ ചുവന്നു തുടുത്ത ഒരു ഒട്ടകത്തെ ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ശ്രേഷ്ഠകരമാണെന്ന്. ചുവന്നു തുടുത്ത ഒരു ഒട്ടകത്തെ ഇന്നത്തെ ബെൻസുകാരനേക്കാൾ വലിയ വിലയുള്ള ഒന്നായി കണ്ടിരുന്ന അറബികളുടെ സമൂഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരായത്ത് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിഅമത്തും ഒരു ബർക്കത്തുമാണത്. 6200-ലധികം വരുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ ഓരോ ആയത്ത് പഠിക്കുമ്പോഴും ഒരു നിർവൃതി നമ്മുടെ ഹൃദയത്തിനുണ്ടാകണം. പടച്ച റബ്ബിന്റെ എന്തോ ഒരു നിഅമത്ത്, എന്തോ ഒരു ബർക്കത്ത് ഇന്ന് ഞാൻ നേടി എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അത് വലിയ ആയത്തുകളാവണമെന്നില്ല. വൽ അസ്ർ, അതൊരു ആയത്താണ്. ഒരു ചുവന്നു തുടുത്ത ഒട്ടകത്തേക്കാൾ വിലയുണ്ട് വൽ അസ്ർ എന്ന ഒറ്റ പദത്തിന്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, 2 ഒട്ടകമായി. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. 3 തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് നേടിയെടുത്തത്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. വലിയ പുണ്യമുള്ള കാര്യങ്ങളാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര പുണ്യങ്ങളായി, എത്ര ശ്രേഷ്ഠതയായി. ഇദ ശംസു കുവ്വിറത് വഇദ നുജൂമു കദറത് വഇദ ജിബാലു സുയ്യിറത് വഇദ ഇശാറു ഉത്തിലത് വഇദ വുഹൂഷു ഹുശറത് എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്തു തക്വീറിലെ വചനങ്ങൾ 3 വരി ഓതുമ്പോഴേക്ക് തന്നെ ഒരുപക്ഷെ 10-ലധികം ആയത്തുണ്ടാവും. 10-ലധികം ഒട്ടകങ്ങളെ 3 വരിയിൽ നിന്ന് നേടിയെടുക്കാനാകുമെങ്കിൽ ഈ പരിശുദ്ധ ഖുർആൻ ബർക്കത്തല്ലാതെ മറ്റെന്താണ്? ഒരേപോലെ ഈ ലോകത്തും ഒരേപോലെ പരലോകത്തും നമുക്ക് റഹ്മത്തും നിഅമത്തും നൽകുന്ന അതുല്യമായ ഒരു ഗ്രന്ഥത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നു. അതിന്റെ പാരായണവും അതിന്റെ കേവലമായ ശ്രവിക്കൽ പോലും
റഹ്മത്തിന് കാരണമായി തീരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഖുർആൻ നമ്മുടെ മുന്നിൽ നൽകുന്ന ഏറ്റവും വലിയൊരു നിഅമത്ത് എന്താണെന്ന് ചോദിച്ചാൽ തെറ്റുപറ്റാത്ത ഒരു മാർഗത്തിലേക്ക് അത് നയിക്കുന്നു എന്നതാണ്. മനുഷ്യന് ഏറ്റവും വലിയ ആവശ്യം അതാണല്ലോ. ഒരു വഴി ശരിയായ നിലക്ക് പറഞ്ഞു തരണം. അതിൽ തെറ്റുകളോ അബദ്ധങ്ങളോ ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ അത് നിർവഹിക്കുന്ന ഏക ഗ്രന്ഥം, ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും അഖ്വമായതിലേക്ക്, അഖ്വം എന്ന് പറഞ്ഞാൽ അത് സൂപ്പർലറ്റീവ് ഡിഗ്രിയാണ്, അതിനപ്പുറത്ത് വേറൊരു ഡിഗ്രി ഇല്ല. ഏറ്റവും സ്ട്രെയിറ്റ് ആയ വഴി, അതിൽ വളവുകളോ തിരിവുകളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം ആരംഭിക്കുന്നത് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടും അവൻ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതാണ് ആ സ്തുതിക്ക് കാരണം എന്ന് പറഞ്ഞുകൊണ്ടുമാണ്. ഖുർആന്റെ 18-ാം അധ്യായത്തിൽ 1-ാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും സർവലോകങ്ങളുടെയും നാഥനായ അല്ലാഹുവിനാകുന്നു. എന്താ കാരണം? അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ അടിമയുടെ മേൽ ഈ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചു എന്നത് മാത്രമല്ല, പിന്നെയോ വലം യജ്അൽ ലഹു ഇവജൻ, ഒരു ന്യൂനതയും അതിൽ കണ്ടെത്താൻ സാധ്യമല്ല. ഖയ്യിമ, നേർക്ക് നേരെയുള്ള, വക്രതയില്ലാത്ത, ന്യൂനതയില്ലാത്ത, അബദ്ധങ്ങളില്ലാത്ത, ഒരാൾക്ക് തിരുത്തേണ്ട ആവശ്യമില്ലാത്ത, അല്ല ജിന്നുകളും മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ പോലും തത്തുല്യമായ ഒരു ഗ്രന്ഥം അല്ല, തത്തുല്യമായ ഗ്രന്ഥത്തിലെ ഒരു സൂറത്ത് അല്ല, ഒരു ആയത്ത് അല്ല, ഒരു കലിമത്ത് പോലും കൊണ്ടുവരാൻ കഴിയില്ല. കാരണം എന്താണ്? ഒരായത്ത് കൊണ്ടുവരാൻ പറ്റിയ 2 ആയത്ത് കൊണ്ടുവരാലോ, 2 ആയത്ത് കൊണ്ടുവരാൻ പറ്റിയ 3 ആയത്ത് കൊണ്ടുവരാലോ. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായത്തിൽ 3 ആയത്തേ ഉള്ളൂ. അപ്പൊ ഒരായത്ത് പോലും കൊണ്ടുവരാൻ പറ്റൂല. കാരണം ഒരായത്ത് കൊണ്ടുവന്ന ഒരു സൂറത്ത് കൊണ്ടുവരാൻ എളുപ്പമാണ്. ഇനി ആയത്ത് എന്ന് പറഞ്ഞാൽ കലിമത്തുകളുടെ സമാഹാരമാണ്. ഒരു കലിമത്ത് ഉണ്ടാക്കി 2 കലിമത്ത് ഉണ്ടാക്കാം, 2 കലിമത്ത് ഉണ്ടാക്കി അതുകൊണ്ടൊരു വചനം ഉണ്ടാക്കാം, അതുകൊണ്ടൊരു വചനം ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ അർത്ഥം ഒരു കലിമത്ത് പോലും, ആശയം പൂർത്തീകരിക്കപ്പെട്ട വാചകത്തിനാണ് കലിമത്ത് എന്ന് അറബി ഭാഷയിൽ പറയാം. അങ്ങനെയുള്ള ഒരു കലിമത്ത് പോലും പരിശുദ്ധ ഖുർആനിന് പകരമായി തത്തുല്യമായി കൊണ്ടുവരിക സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഈ മഹത്തായ ഗ്രന്ഥം അത് പഠിക്കലും അതിലെ ആയത്തുകളെ കുറിച്ച് മനസ്സിലാക്കലും അതനുസരിച്ച് ജീവിക്കലും അത് നമുക്ക് കാണിച്ചു തരുന്ന ഉന്നതമായ തെറ്റുപറ്റാത്ത ആ മാർഗം, ആ മാർഗത്തിലൂടെ ചലിക്കലുമാണ് എനിക്കും നിങ്ങൾക്കും കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളുടെ ഒന്നാമത്തെ ഉദ്ദേശം, ഒന്നാമത്തെ ലക്ഷ്യം തെറ്റുപറ്റാത്ത ഒരു വഴിയിലൂടെ ജീവിച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഗ്രന്ഥം പഠിക്കുന്നു എന്നതായിരിക്കണം നമ്മുടെ നിയ്യത്ത്. ഞാനുമായി ബന്ധപ്പെടുന്ന ഒരു സെന്ററിൽ ഒരു ക്ലാസ് വെച്ചിരിക്കുന്നു. ആ ക്ലാസ്സിന് ഞാൻ പോവുകയും പങ്കെടുക്കുകയും എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. കുറെ കഴിഞ്ഞാൽ പരീക്ഷ ഉണ്ടാവുക, പരീക്ഷ എഴുതേണ്ടതുണ്ട്. ഇതിനപ്പുറത്ത് മറ്റൊരു ചിന്ത നമുക്കില്ലെങ്കിൽ ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകാരവും ചെയ്യുകയില്ല. എന്നാൽ അതിനപ്പുറത്ത് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയും പരലോകത്തിലെ രക്ഷയ്ക്ക് വേണ്ടിയും ഖുർആൻ പഠിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് നമ്മുടെ നിയ്യത്തെങ്കിലോ ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഈ ഗ്രന്ഥത്തിലെ ഓരോ ലഫ്ളുകളും നമുക്ക് ജീവിതത്തിൽ ഒരു ബർക്കത്തായി തീരും. നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ബർക്കത്തായി തീരും. എന്തിനേറെ പറയണം, മനുഷ്യരെക്കാൾ ബുദ്ധിയിൽ കുറവുള്ള വിഭാഗമാണല്ലോ ജിന്നുവർഗം. ആ ജിന്നുവർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിന്റെ ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടി അല്ലാഹു അവരെ പറഞ്ഞയച്ചു. വഇദ സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതു ഫലമ്മാ ഖുദിയ വല്ലൂ ഇലാ ഖൗമിഹിം മുൻദിരീൻ ഖാലൂ യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദീ ഇലൽ ഹഖ് വഇലാ ത്വരീഖിൻ മുസ്തഖീം. ജിന്നുകൾ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോൾ അവർ മിണ്ടാതിരുന്നു. എന്നിട്ട് തൊട്ടടുത്തുള്ള ജിന്നുകളോടൊക്കെ അവർ പറഞ്ഞു, അൻസിത്തു, മിണ്ടാതിരിക്കൂ, നമുക്ക് ഈ മഹത്തായ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കേൾക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കഴിഞ്ഞപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവർ താക്കീത് നൽകുന്നവരായിക്കൊണ്ട് അവരുടെ സമൂഹത്തിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, യാ ഖൗമന, ഞങ്ങളുടെ സമൂഹമേ,
ഇന്നാ സമിഅനാ കിതാബൻ, ഞങ്ങളിതാ ഒരു ഗ്രന്ഥം കേട്ടിരിക്കുന്നു. ഉൻസില മിൻ ബഅദി മൂസ, മൂസ നബിക്ക് നൽകപ്പെട്ട തൗറാത്തിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത്. യഹ്ദീ ഇലൽ ഹഖ്, സത്യത്തിലേക്കാണ് ഈ ഗ്രന്ഥം നയിക്കുന്നത്. വഇലാ തരീഖിൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. നമുക്കിതിനെ പിൻപറ്റണം, നമുക്കിതിനെ ഫോളോ ചെയ്യണം. യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ഉത്തരം നൽകിക്കോളി, ഈ മഹത്തായ ഗ്രന്ഥത്തെ പിൻപറ്റി ജീവിച്ചോളൂ എന്ന് ജിന്നുവർഗത്തിൽപ്പെട്ട മനുഷ്യനേക്കാൾ താരതമ്യേന ബുദ്ധിയിൽ താഴെയുള്ള ആ വിഭാഗം പോലും മനസ്സിലാക്കിയെങ്കിൽ ഞാനും നിങ്ങളും ഭൗതികമായ നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന മനുഷ്യവർഗത്തിൽപ്പെട്ട ഞാൻ നിങ്ങളും ഈ പരിശുദ്ധ ഖുർആനിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ഓ നബിയേ, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നത് താങ്കൾ വിഷമിക്കാൻ വേണ്ടിയല്ല, താങ്കൾക്ക് ഈ ഗ്രന്ഥം കൊണ്ട് പ്രയാസമല്ല ഉണ്ടാവേണ്ടത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, പരലോകമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, 6 അടി മണ്ണിൽ ഖബറിന്റെ അടിയിൽ ഒരു സ്ലാബിന് താഴെ ആരോരുമില്ലാതെ കിടക്കേണ്ടി വരുന്ന ഒരു ഭയാനകരമായ മുഹൂർത്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരേണ്ടതുണ്ട് എന്ന ഉറച്ച വിശ്വാസമുള്ള പടച്ചറബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഈ ഖുർആൻ ഒരു താക്കീതായി തീരണം. അവരുടെ നടത്തത്തിലും അവരുടെ ഇരുത്തത്തിലും, അവർ ചിരിക്കുമ്പോഴും അവർ സംസാരിക്കുമ്പോഴും അവർ കിടക്കുമ്പോഴും അവർ ജീവിതത്തിന്റെ ഏത് രംഗങ്ങളുമായി ബന്ധപ്പെടുന്നുവോ ആ രംഗങ്ങളിലൊക്കെ പരിശുദ്ധ ഖുർആൻ ഒരു ഓർമ്മപ്പെടുത്തലായി അവരുടെ മനസ്സിലും അവരുടെ ആത്മാവിലും ഉണ്ടാകണം. ഭയപ്പെടുന്ന ആളുകൾക്ക് ഒരു ഉത്ബോധനം എന്ന നിലക്കാണ് ഈ ഗ്രന്ഥം. ഒരാളെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. പലപ്പോഴും ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിന്റെ ആശയം ഉൾക്കൊള്ളാൻ വിഷമാണ്. ഈ ഗ്രന്ഥത്തിലെ ഈ ആയത്ത് അത് എന്റെ കച്ചവടത്തിനെതിരാണല്ലോ, എന്റെ ബിസിനസ്സിനെതിരാണല്ലോ, ഞാൻ ഇത്രയും കാലം ജീവിച്ചു പോന്ന ജീവിത ശൈലിക്ക് എതിരാണല്ലോ, ഞാൻ സ്വീകരിച്ചു പോണ വസ്ത്രധാരണ രീതിക്ക് എതിരാണല്ലോ, ഞാൻ കൊണ്ടു നടക്കുന്ന എന്റെ ഭാര്യയുടെ സംസ്കാരത്തിന് ഇത് എതിരാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വചനം, ഈ ആയത്ത് അതെനിക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ റഹ്മാനായ റബ്ബിന്റെ, ആകാശഭൂമികളുടെ രക്ഷിതാവായ പടച്ചറബിന്റെ ഈ വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ഉന്നതമായ ആകാശങ്ങളെയും ഭൂമിയെയും ഏതൊരു രക്ഷിതാവാണോ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഉന്നതനായ പടച്ചറബ് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അയച്ചിട്ടുള്ള ഗ്രന്ഥമാണത്. ഈ ഗ്രന്ഥം കൊണ്ട് രക്ഷപ്പെട്ടു പോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച് 1,00,000-ലധികം വരുന്ന സ്വഹാബികളും അവർ സ്വർഗത്തിലാണ്. എന്താണ് അവരെ സ്വർഗത്തിലാക്കിയത്? ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അവർ വിട്ടേച്ചു പോയി. ഇനി ദുനിയാവിന്റെ ഒരു പ്രയാസവും അവരെ ബുദ്ധിമുട്ടിക്കുകയില്ല. അബൂജഹലും അബൂലഹബുമുള്ള ലോകത്ത് നിന്ന് അവർ വിട പറഞ്ഞു പോയി. യഹൂദരും ക്രൈസ്തവരുടെയും മുനാഫിക്കുകളുടെയും മുശ്രിക്കുകളുടെയും ശത്രുതയോടുകൂടിയുള്ള സകല പെരുമാറ്റങ്ങളെയും അതിജയിച്ചുകൊണ്ട് അവർ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോയി. ഇനി അവർക്ക് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്ത്, മരണമില്ലാത്ത ലോകത്ത് ജീവിക്കാൻ സാധിക്കും. അവർ കഴിഞ്ഞുപോയി. എന്തേ അങ്ങനെ ഒരു മഹത്തായ അനുഗ്രഹം അവർക്ക് ലഭിക്കാനുള്ള കാരണം? ഒന്നുമല്ല, പരിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ വിമോചനത്തിനിറങ്ങിയ ഗ്രന്ഥമാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളെയും തങ്ങളുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 10 ആയത്ത് പഠിച്ചാൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പഠിച്ചാൽ, ആ ആയത്തിലുള്ള അഖീദയും അതിലെ ഇൽമും അതിലെ അമലും പഠിച്ചിട്ടല്ലാതെ 11ാമത്തെ ആയത്ത് ഞങ്ങൾ പഠിക്കാറില്ല. ആയത്തില്ലായിട്ടല്ല, ഞങ്ങൾ പഠിക്കൂല. എന്തുകൊണ്ട്? ഞങ്ങൾ പഠിച്ച ആയത്തുമായി ഞങ്ങളുടെ ജീവിതം എവിടെ? പലപ്പോഴും മുസ്ലിം സമൂഹം ചിന്തിക്കാതെ പോയൊരു കാര്യമാണത്. ധാരാളം പഠിച്ചു തള്ളി, ധാരാളം പരീക്ഷകൾ എഴുതി തള്ളി. പക്ഷേ ഞാൻ പഠിച്ച ഒരായത്തും എന്റെ ജീവിതവും എവിടെ നിൽക്കുന്നു?
ഞാൻ പഠിച്ച ഒരു ഹദീസും എന്റെ സംസ്കാരവും ഇവിടെ നിൽക്കുന്നു. ഞാൻ ഇന്നലെ പഠിച്ച പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്കനുസരിച്ചാണോ ഞാൻ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബം ഉള്ളത് എന്ന് പരിശോധിക്കുന്നതിൽ നമുക്ക് പരാജയം സംഭവിച്ചു. എന്നാൽ സ്വഹാബികൾ അങ്ങനെയായിരുന്നില്ല. സ്വഹാബികൾ പറയുന്നത്, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞങ്ങൾ കേട്ടാൽ ആ ആയത്തിൽ വിശ്വാസപരമായി വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ഉൾക്കൊള്ളും. ആ ആയത്തിൽ ഇൽമിയായ വല്ല പോയിന്റും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതും സ്വീകരിക്കും. ആ ആയത്തിൽ ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞ വല്ല അമലും ഉണ്ടെങ്കിൽ ആ അമലും ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും പറയാണ്, പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് കണ്ടാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ചെവി കൊടുക്കണം. നമ്മുടെ റബ്ബ് വിളിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ലേ? നമ്മൾ പഠിച്ചെന്താ? പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്നത് അല്ലാഹുവിന്റെ വിളിയാണ്. നമ്മുടെ റബ്ബ് നമ്മുടെ മുമ്പിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൽ വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഗൗരവം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ റബ്ബിന്റെ ശബ്ദം കേട്ടിട്ടില്ല, പക്ഷെ അറിയുക ആ ശബ്ദം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അതിനുശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള സ്രോതസ്സുകളിലൂടെ നമ്മുടെ കാതുകളിലെത്തി. എന്നാൽ അറിയണം, യാ അയ്യുഹല്ലദീന ആമനു എന്ന് നമ്മളെ വിളിച്ചത് നമ്മുടെ റബ്ബാണ്. ഉന്നതമായ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച എന്നെയും നിങ്ങളെയും ഇല്ലായ്മയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ പോറ്റി വളർത്തുന്ന ഏതൊരു റബ്ബിലേക്കാണോ നമുക്ക് മടങ്ങിപ്പോകേണ്ടത്, അങ്ങനെയുള്ള റഹ്മാനായ റബ്ബ് വിളിച്ച ഒരു വിളി, ആ വിളി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമെന്നാണ്. എന്തിനാണ്? ആ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി, ആ കൽപ്പന അതിന് ഉത്തരം ചെയ്യാൻ വേണ്ടി. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഖാദിം, ഒരു വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഖാദിം, ഒരു സേവകൻ, അവൻ എപ്പോഴും തന്റെ മുതലാളിയുടെ വിളിക്ക് കാതുറക്കും. എന്റെ മുതലാളി എന്താണോ പറയുന്നത് അത് ചെയ്തു കൊടുക്കാൻ അവൻ സന്നദ്ധനായിരിക്കും. എങ്കിൽ മുതലാളിമാരുടെ എല്ലാം രക്ഷാധികാരിയായ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ റബ്ബ് നമ്മളെ വിളിച്ചാൽ ആ വിളിക്ക് വെറും അടിമകളായ ഞാനും നിങ്ങളും എങ്ങനെ ഉത്തരം നൽകണം? അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ എത്ര ഉത്സാഹിച്ച് മുന്നോട്ട് വരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലെ ഒന്നാമത്തെ കായികയായി പണ്ഡിതന്മാർ പറഞ്ഞത്, ഖുർആനിലെ ഓരോ ആയത്ത് പഠിച്ചാലും ആ ആയത്തിൽ പറയപ്പെട്ടിട്ടുള്ള വിശ്വാസ കാര്യങ്ങളും ആ ആയത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഇൽമിയായ കാര്യങ്ങളും ആ ആയത്തിൽ നമ്മളോട് റബ്ബ് ആവശ്യപ്പെടുന്ന പ്രവൃത്തി എന്താണോ ആ അമലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നേ മതിയാകൂ. മാത്രമല്ല, ഒരാൾ മുസ്ലിമായി തീരുക എന്നതുപോലെ പ്രധാനപ്പെട്ടതാണ് ഖുർആനിന്റെ പഠിതാവുക എന്നത്. ഒരാൾക്ക് ഇസ്ലാമിനോട് എത്ര കണ്ട് താല്പര്യമുണ്ടോ അത്ര കണ്ട് ഖുർആനിനോട് താല്പര്യമുണ്ടാവും. ഒരാൾക്ക് ഇസ്ലാമിനോട് എത്ര കണ്ട് താല്പര്യം കുറവാണോ അത്ര കണ്ട് ഖുർആനിനോടും താല്പര്യം കുറയും. നിങ്ങൾക്ക് ഒരാളുടെ ഇസ്ലാമിനെ അളക്കണമെങ്കിൽ നിങ്ങൾ അയാളും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പരിശോധിച്ചാൽ മതി. ഒരാളുടെ ഇസ്ലാമിനോടുള്ള അയാളുടെ താല്പര്യം അത് നമുക്ക് മനസ്സിലാവാനുള്ള ഒരു 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 വാഹിറായ ഒരു അടയാളമാണെന്ത്? പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു പറയുന്നു, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തി അല്ലദീ ഹറമഹാ വലഹു കുല്ലു ഷൈ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീന വഅൻ അത്ലുവൽ ഖുർആൻ. നബിയെ പറയണം, ഇന്നമാ ഉമിർതു, എന്നോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാ കൽപ്പന? ഒന്ന്, അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തി അല്ലദീ ഹറമഹാ, അല്ലാഹു പവിത്രമാക്കിയ ഈ മഹനീയമായ ഹറമിന്റെ മക്കയുടെ ആ രാജ്യത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നോട് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കൽപ്പന എന്താ? വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, എന്നോട് റബ്ബ് പറഞ്ഞിരിക്കുന്നു നീ ഒരു മുസ്ലിം ആവണമെന്ന്. എന്നോട് എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നീ ഒരു മുസ്ലിം ആവണം. മൂന്നാമത്തതോ വഅൻ അത്ലുവൽ ഖുർആൻ, അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതണം എന്നും എന്നോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിടത്ത്, ഒരു മുസ്ലിം ആവണം എന്ന് പറഞ്ഞിടത്താണ് ഖുർആൻ ഓതണം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? നിസ്കരിക്കണമെന്ന് അവിടെ ഉപയോഗിച്ചില്ല, നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞില്ല, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ആ വാക്കുകളൊക്കെ മാറ്റിവെച്ച് ഞാൻ എന്നോടൊരു മുസ്ലിം ആവാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഖുർആൻ ഓതണം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു.
അപ്പോൾ ഒരാൾ മുസ്ലിമായി തീരൽ എത്രമാത്രം നിർബന്ധമാണോ, ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണോ, അതുപോലെ തന്നെ നിർബന്ധമായും ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. അതിനോടുള്ള ബന്ധം എത്രയാണോ അത്ര കണ്ട് നമുക്ക് ഇസ്ലാമിനോട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനോടുള്ള ബന്ധം എത്ര കണ്ട് നമുക്ക് കുറവാണോ അത്ര കണ്ട് ഇസ്ലാമിനോടുള്ള ബന്ധവും നമുക്ക് കുറവാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ മുഹമ്മദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ മനുഷ്യന്മാരെ? നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ പൂട്ടിട്ടിരിക്കുകയാണോ? എന്തുകൊണ്ട് നിങ്ങളുടെ ചിന്തയുടെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നില്ല? ഇത്രയും മഹത്തരമായ ഒരു ഗ്രന്ഥം നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിട്ട്, ആ ഗ്രന്ഥം ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തിയിട്ട്, ഇരുട്ടിൽ കഴിയുന്ന ആളുകൾ ഈ ഗ്രന്ഥത്തിലൂടെ പ്രകാശം കണ്ടെത്തിയിട്ട് പ്രകാശത്തിലാണെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാൻ നേരം കിട്ടിയില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല ഹൃദയങ്ങളെ നിങ്ങൾ താക്കോലുകളിട്ട് പൂട്ടിയിരിക്കുകയാണോ? ഈ ചോദ്യം കേട്ട ഏതൊരു മുസ്ലിമിനും, സൂറത്ത് മുഹമ്മദ് പാരായണം ചെയ്യുന്ന ഏതൊരു മുസ്ലിമായ വ്യക്തിക്കും ഈ വചനം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൃദയത്തെ പൂട്ടി വെക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തെ നമ്മൾ പൂട്ടി വെച്ചിട്ടുള്ള ആ പൂട്ടുകളെ ഒന്നൊന്നായി നമ്മൾ അഴിക്കണം ഇൻഷാ അല്ലാഹ്. അത് അഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും അത്ഭുതമാണ്. അത് അക്ഷരാർത്ഥത്തിൽ മുഅ്ജിസത്ത് തന്നെയാണ്. ഖുർആൻ മുഅ്ജിസത്താണ്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്ത് എന്ന് പറയപ്പെട്ടത് വെറുതെയാണോ? അല്ല. അതിലെ ഓരോ വചനങ്ങൾക്കും ഇഅ്ജാസ് ഉണ്ട്. മനുഷ്യന് സാധിക്കാത്ത എന്തോ ഒന്ന്, മനുഷ്യന് കൊണ്ടുവരാൻ കഴിയാത്ത എന്തോ ഒന്ന്, മനുഷ്യന് പരാജയപ്പെട്ടു പോകുന്ന എന്തോ ഒന്ന് പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളിലുമുണ്ട്. അത് പഠിച്ചു മനസ്സിലാക്കാൻ സാധിച്ചെങ്കിലേ നമുക്ക് പരിശുദ്ധ ഖുർആനിനോട് അടുപ്പമുണ്ടാവുള്ളൂ. ആ അടുപ്പമാണ് നമ്മളെ ഇസ്ലാമിനോട് അടുപ്പമുള്ളവരാക്കുന്നത്. അത് തന്നെയായിരിക്കും ഇൻഷാ അല്ലാഹ് നാളെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് നമുക്ക് സ്വർഗം നൽകുന്ന കാര്യവും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാഹു എന്ന് കഴിഞ്ഞാൽ പിന്നുള്ള പേരെന്താ? കൂടുതൽ ഉപയോഗിച്ച പേര്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര്, അതെ, അർ-റഹ്മാൻ. അർ-റഹ്മാൻ. ഖുർആനിൽ ഒരു അധ്യായമുണ്ട് അർ-റഹ്മാൻ, 55-ാം അധ്യായം. അവിടെ റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. എന്തുകൊണ്ടാണ് അല്ലാഹു റഹ്മാനായത്? അതിലൊരു പ്രധാനപ്പെട്ട ഘടകം അല്ലമൽ ഖുർആൻ, ഈ ഖുർആൻ പഠിപ്പിച്ചു എന്നതാണ്. പടച്ച റബ്ബ് നമുക്ക് ഖുർആൻ നൽകി, അത് പഠിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ നൽകി, അത് വിശദീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരാൾ അറിയാതെ പറയും, തീർച്ചയായും അല്ലാഹുവേ നീ റഹ്മാനാണ്. അല്ലാഹുമ്മ അൻതർ റഹ്മാൻ വ അൻതർ റഹീം, അല്ലാഹുവേ നീ തന്നെയാണ് റഹ്മാൻ, നീ തന്നെയാണ് റഹീം എന്ന് നമ്മൾ തീർച്ചയായും നമ്മുടെ ഹൃദയം കൊണ്ട് പടച്ച റബ്ബിന് സമ്മതിച്ചു കൊടുക്കും. പക്ഷെ പരിശുദ്ധ ഖുർആൻ പഠിക്കണം, ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കണം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ലഭിക്കുന്ന ആ മഹത്തായ അനുഭൂതി എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് ഇത് വലിയൊരു റഹ്മത്താണ് എന്ന തിരിച്ചറിവുണ്ടാവുള്ളൂ. എന്നാൽ ഖുർആൻ പഠിക്കാതെ, ഖുർആൻ എന്താണെന്ന് നോക്കാതെ, ഇത് പാരായണം ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത ആളുകൾക്കോ അല്ലാഹുവിന്റെ ഈ മഹത്തായ റഹ്മത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക സാധ്യമല്ല. മാത്രമല്ല പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ അതെത്ര ഗൗരവപ്പെട്ടതായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹശ്റിലെ അവസാനത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ لرأيته خاشعا متصدعا من خشية الله
وتلك الأمثال نضربها للناس لعلهم يتفكرون لو أنزلنا هذا القرآن ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരുന്നെങ്കിൽ എവിടെ അലാ ജബലിൻ ഒരു പർവ്വതത്തിന്റെ മേലെ ലറഅയ്തഹു നബിയെ തീർച്ചയായും താങ്കൾക്ക് കാണാം. ഇവിടെ റഅയ്തഹു എന്ന് ഉപയോഗിച്ചാൽ മതി, പക്ഷേ ലാമു കൊടുത്തു. ലാമു തഅ്കീദ് എന്നാണ് ഇതിന് പറയുക. ഒരു കാര്യം ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ് അത് പറയുന്നത്. ലറഅയ്തഹു നബിയെ താങ്കൾക്ക് കാണുക തന്നെ ചെയ്യാം. ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് അല്ലാഹുവിനെ പേടിച്ചിട്ട് ആ പർവ്വതം തവിട് പൊടിയായി തീരുന്നത് നബിയെ താങ്കൾക്ക് കാണാം. ഇത് ഉപമ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഒരു ഭംഗി വാക്ക് അലങ്കാര വാക്ക് പറഞ്ഞതല്ല, മറിച്ച് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാട് കൊണ്ട് പർവ്വതങ്ങൾ കിടുകിടാ വിറപ്പിക്കപ്പെടുന്നു. പർവ്വതങ്ങൾ ചിലപ്പോൾ തവിട് പൊടിയായി തീരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സുമ്മ ഖസത് ഖുലൂബുഹും من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله പർവ്വതങ്ങളിൽ ചിലതിൽ നിന്ന് നദികൾ ഒഴുകാറുണ്ട്, ഉറവകൾ ഉണ്ടാവാറുണ്ട്. ചിലത് പടച്ച റബ്ബിനെ പേടിച്ചിട്ട് പൊട്ടിയിട്ട് താഴോട്ട് വീഴുന്നുണ്ട് എന്നാ. അള്ളാഹു കളവ് പറയാണോ? അല്ല. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്ന വേറെ ആരാണുള്ളത്? പടച്ച റബ്ബ് ഇത് വെറുതെ പറഞ്ഞതല്ല, മറിച്ച് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് പർവ്വതങ്ങൾ തവിടുപൊടിയായി തീരും. എന്നാൽ മനുഷ്യ, നിന്റെ ഹൃദയം പർവ്വതം പോലെ ഉറച്ചതൊന്നും അല്ലല്ലോ. എന്നിട്ടും ആ ഖുർആനിലെ വചനങ്ങൾ നിനക്ക് മാറ്റമുണ്ടാക്കുന്നില്ല. ആ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകളെ പൊഴിക്കുന്നില്ല. ആ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ അർത്ഥവും ആശയവും അനുസരിച്ച് ജീവിക്കാൻ നിനക്കത് പ്രേരകമായി തീരുന്നില്ലെങ്കിൽ ആ പർവ്വതത്തെക്കാൾ കടുത്തുപോയ ഹൃദയമായിരിക്കില്ലേ എനിക്കും നിങ്ങൾക്കുമുള്ളത്? തീർച്ചയായും ഇത് റബ്ബിന്റെ കലാമാണല്ലോ. അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ കലാമെങ്കിൽ പടച്ച റബ്ബിന്റെ സിഫത്തിനെ താങ്ങാൻ പർവ്വതങ്ങൾക്ക് പോലും സാധ്യമല്ല. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ആരെ കാണണം? അള്ളാഹുവിനെ കാണണം. അള്ളാഹു പറഞ്ഞു, ഖാല ലൻ തറാനി, എന്നെ കാണാൻ കഴിയില്ല, എന്നെ ദുനിയാവിൽ വെച്ച് കാണാൻ സാധ്യമല്ല. വലാകിൻ ഇൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, എന്നാൽ ആ പർവ്വതത്തിലേക്കൊന്ന് നോക്കൂ. ആ പർവ്വതം അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ശേഷം നിനക്ക് കാണാം, ഇല്ലെങ്കിൽ എന്നെ കാണാൻ പറ്റൂല. ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ വഖറ മൂസ സഇഖാ ഫലമ്മാ ഫാഖ ഖാല സുബ്ഹാനക തുബ്തു ഇലൈക്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയാണ്, പടച്ചോനെ എനിക്കൊന്ന് കാണണം നിന്നെ. റബ്ബ് പറഞ്ഞു, മൂസ എന്നെ കാണാൻ പറ്റൂല, എന്നാൽ ആ പർവ്വതത്തിലേക്ക് നോക്കൂ. ആ പർവ്വതം അവിടെ തന്നെ ഇനിയും നിന്നാൽ കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ പ്രകാശത്തിൽപ്പെട്ട പ്രകാശത്തിന്റെ ഒരു അംശം ആ പർവ്വതത്തിലേക്ക് വന്നപ്പോഴേക്ക് തന്നെ ആ പർവ്വതം തവിട് പൊടിയായി. ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്ക, തവിട് പൊടിയാക്കി കളഞ്ഞു. ആ പർവ്വതം പിന്നെ അവിടെ അല്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി വീണു. റബ്ബിന്റെ സിഫാത്തുകളിൽപ്പെട്ട ഒരു സിഫാത്തിനെ താങ്ങാൻ പർവ്വതത്തിന് സാധ്യമല്ലെങ്കിൽ ആ പടച്ച റബ്ബിന്റെ സിഫാത്തുകളിൽപ്പെട്ടതാണ് അവന്റെ കലാം. ആ കലാമാണ് ഖുർആൻ. അതൊരു പർവ്വതത്തിന്റെ മേലെ ഇറങ്ങിയാൽ പർവ്വതം തവിടുപൊടിയായി തീരുക തന്നെ ചെയ്യും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് വലിയ കാരുണ്യ കാണിച്ചത് എന്താണെന്നറിയോ? പർവ്വതത്തിന് പോലും താങ്ങാൻ കഴിയാത്ത ആ ഒരു സംഗതി താങ്ങാനുള്ള ഒരു കെൽപ്പ് നമ്മുടെ ഹൃദയത്തിന് റബ്ബ് നൽകി. പക്ഷേ ആ കരുത്തിനെ ദുരുപയോഗം ചെയ്ത് ചില ആളുകൾ എന്ത് ചെയ്തു? പർവ്വതത്തെക്കാൾ ഹൃദയത്തെ മോശമാക്കി. അങ്ങനെ ഉണ്ടായത്. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതാനും പാരായണം ചെയ്യാനും നമുക്ക് സാധിക്കും. അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന രൂപത്തിൽ അള്ളാഹു നമുക്കൊരു കേപ്പബിലിറ്റി, ഒരു കഴിവ് തന്നിട്ടുണ്ട് ഹൃദയത്തിന്. പക്ഷെ ചില ആളുകൾ ആ കഴിവിനെ ദുരുപയോഗം ചെയ്ത് അതിനെ പറ്റക്കല്ലാക്കി മാറ്റി ഒരിളക്കവും ഇല്ലാത്തതാക്കി. ഒരു സത്യവിശ്വാസി ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കണം. ഒന്ന്, അവൻ പറ്റാതിനെ കല്ലാക്കരുത്.
അതേ അവസരത്തിൽ ഖുർആൻ പർവ്വതത്തിന് താങ്ങാൻ പറ്റൂലേ, പിന്നെ എനിക്കാണോ താങ്ങാൻ പറ്റുന്നത്, അതുകൊണ്ട് ഞാൻ ഖുർആന്റെ അടുത്തേക്ക് ഇല്ല എന്നും പറയരുത്. മറിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ആ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമ്മളെ ഭയപ്പാടിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. യഥാർത്ഥ സത്യവിശ്വാസികൾ പടച്ച റബ്ബിന്റെ വചനങ്ങൾ കേട്ടാൽ അവരുടെ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ട ഹൃദയത്തിന് നടുക്കുണ്ടാവണം. റബ്ബിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാനിൽ വർധനവും ഉണ്ടാവണം. ഞാൻ നിങ്ങളും പരിശോധിക്കേണ്ടത് ഒരായത്ത്, നമ്മൾ ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന ഒരു വചനം ഇന്നലെയുള്ള തന്റെ ഈമാനിനേക്കാൾ വർധന ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ പഠനം സ്ഥാനത്തായി പോകുമെന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തു യൂനുസിലൂടെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഓ ജനങ്ങളെ, മനുഷ്യരെ, അല്ലാഹുവിൽ നിന്നൊരു നല്ല ഉപദേശം ഇതാ വന്നിരിക്കുന്നു. ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് മൗഇദത്താണ്, സതുപദേശങ്ങളുടെ ഒരു സമാഹാരമാണ് ഖുർആൻ. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും അത് ശമനമാണ്, ഷിഫയാണ്. ഷിഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദവ എന്ന് പറഞ്ഞാൽ മരുന്ന. ദവ ഉപയോഗിച്ചാൽ ഉണ്ടാവേണ്ടതാണ് എന്ത്? ഷിഫ. പരിശുദ്ധ ഖുർആൻ ഡയറക്റ്റ് ഷിഫയാണ്, ദവാവ് പോലും അല്ല. പരിശുദ്ധ ഖുർആൻ ഡയറക്റ്റ് ശമനമാണ്. ദവാ എന്നല്ല പറഞ്ഞത്, ഷിഫ എന്നാ പറഞ്ഞത്. ഷിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങൾക്കുള്ളതിന് ശമനമാണ്, ആശ്വാസമാണ്. ഹൃദയങ്ങളിലെ രോഗങ്ങളെ അതിനെ ഉപയോഗിക്കേണ്ട വിധപ്രകാരം പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചാൽ എല്ലാ രോഗങ്ങളും ഇല്ലാതെയാകും. അതുപോലെ തന്നെ ബഹുദൻ, ഇത് സന്മാർഗദർശനമാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് റഹ്മത്താണ്. ഖുൽ, പ്രഖ്യാപിക്കണം ലോകത്തോട്, സ്വന്തം പ്രഖ്യാപിക്കുക, കുടുംബത്തിൽ പ്രഖ്യാപിക്കുക, ജനതയോട് പ്രഖ്യാപിക്കുക, ലോകരെ വിളിച്ചു പ്രഖ്യാപിക്കുക. ബിഫദ്ലില്ലാഹി വബിറഹ്മതി, ഇത് അല്ലാഹുവിന്റെ ഫദ്ലാണ്, ഇത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. ഫബിദാലിക ഫലിയഫറഹു, ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കണം. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന മുഴുവൻ സമ്പാദ്യങ്ങളെക്കാളും ഇതിന് മൂല്യമുണ്ട്. സമ്പത്തിനേക്കാൾ, സ്ഥാനമാനങ്ങളെക്കാൾ, മറ്റ് എല്ലാറ്റിനേക്കാളും മൂല്യവത്താണ് ഖുർആൻ. അല്ലാഹു പറയാണ് ഹുവ ഖൈറുൻ, ഈ ഖുർആനാണ് ഖൈർ, മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന, അവർ ഒരുമിച്ച് കൂട്ടുന്ന, മനുഷ്യൻ ഒരുമിച്ച് കൂട്ടുന്ന സകല സമ്പാദ്യങ്ങളെക്കാളും മൂല്യവത്താണ് ഖുർആൻ. എനിക്കും നിങ്ങൾക്കും സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ വകുപ്പ്, പ്രഭാതത്തിൽ നമ്മളൊരു പുതിയ കാർ വാങ്ങി, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു വീട് വെച്ചു, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മളുടെ കല്യാണമാണ് നാളെ. അന്നത്തെ പ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനൊരു സന്തോഷം ഉണ്ടാവും. എൻ്റെ പുതിയ കാർ ഷെഡിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പുതിയ വീട്ടിലാണ്, ഇന്നലെ വീട് കൂടൽ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്നു മുതൽ എനിക്കൊരു പുതിയ ജോലിക്ക് പോകാനുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ അതൊരു സന്തോഷമാണ്, ഒരു ആഹ്ലാദമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സംസാരിക്കുന്ന എന്നോട് വളരെ ശക്തമായും അതേപോലെ തന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എന്നെങ്കിലും ഒരു പ്രഭാതത്തിൽ, എന്നെങ്കിലും ഒരു സുബഹിക്ക് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് സതുപദേശം നൽകുന്ന, എന്നെ നന്മയിലേക്ക് നയിക്കുന്ന, എനിക്ക് ശിഫ നൽകുന്ന, എനിക്ക് എല്ലാ അർത്ഥത്തിലും ആശ്വാസമായ അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം എൻ്റെ കയ്യെത്താവുന്ന ദൂരത്ത് അളമാരിയിലുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് എനിക്കും നിങ്ങൾക്കും എപ്പോഴെങ്കിലും സന്തോഷമുണ്ടായിട്ടുണ്ടോ? അല്ലാഹു പറയാണ് ഫബിദാലിക ഫലിയഫറഹു, ഈ ഖുർആൻ പഠിക്കാനുള്ള ഒരു സംരംഭത്തെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സന്തോഷിക്കണം. ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരത്തെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഉറക്കിൽ ആഹ്ലാദം ഉണ്ടാവണം, ഉറക്കെഴുന്നേൽക്കുമ്പോൾ ആഹ്ലാദം ഉണ്ടാവണം. പുതുതായി പഠിച്ച 10 വചനങ്ങളും അതിന്റെ അർത്ഥവും പഠിച്ച് മനസ്സിലാക്കിയ നമുക്ക് ആ ഖുർആനിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് ഒരു സന്തോഷമുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ചൈതന്യത്തെ, ആ ബറക്കത്തിനെ, ആ നന്മയെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ആഹ്ലാദമാകട്ടെ. നമ്മുടെ ഈ തുടർ പഠന ക്ലാസ്സിന് ഞാൻ നൽകിയിട്ടുള്ള പേര് പരിശുദ്ധ ഖുർആൻ
ഹൃദയത്തിന്റെ വസന്തം എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പക്ഷേ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവണം അല്ലേ? അതൊരു സാഹിത്യം ഇങ്ങനെ ആലോചിച്ചെടുത്തുണ്ടാക്കി പറഞ്ഞതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്കാണ്. അള്ളാഹു ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. അതൊരു ദുആയിലെ പദപ്രയോഗമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ ആ ദുആ? കഠിനമായ ദുഃഖം, അതികഠിനമായ സങ്കടം ഉണ്ടാകുമ്പോൾ ഒരു ദുആ പഠിപ്പിച്ചു തന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇങ്ങനെ പറയണം: അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക ആദിലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلوبنا أن تجعل القرآن ربيع قلوبنا ونور صدورنا وذهاب همنا وحزننا. ഈ ദുആ തുടങ്ങുന്നത് റബ്ബേ, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയായ ഒരാണിന്റെ, നിന്റെ അടിമയായ ഒരു പെണ്ണിന്റെ മകനാണ്. എന്റെ മൂർധാവ് റബ്ബേ നിന്റെ കൈകളിലാണ്. നിനക്ക് നീ ഇട്ട എല്ലാ പേരുകളെയും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിലൂടെ നീ അവതരിപ്പിച്ച നിന്റെ മഹത്തായ പേരുകളെ ഞാൻ വസീലയാക്കുന്നു. അല്ലെങ്കിൽ അമ്പിയാക്കൾക്ക് നീ പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ സൃഷ്ടികൾക്കൊരാൾക്കും നീ പറഞ്ഞു കൊടുക്കാതെ ലൗഹുൽ മഹ്ഫൂദിൽ മാത്രം രേഖപ്പെട്ട് ഒരു സൃഷ്ടിക്ക് മറയാതെ കൊള്ളുന്ന നിന്റെ മഹത്തായ ഉന്നതമായ നാമങ്ങൾ, ഈ നാമങ്ങളെയെല്ലാം മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്റെ ദുഃഖത്തെ മാറ്റണമേ എന്ന് ഡയറക്റ്റ് അല്ല, പിന്നെയോ അൻതജഅലൽ ഖുർആന റബീഅ ഖുലൂബിനാ, ഈ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ. റബ്ബിനോട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പടച്ച റബ്ബിന്റെ മഹത്തായ അസ്മാകളെയും സിഫാത്തുകളെയും മുൻനിർത്തി എനിക്കും നിങ്ങൾക്കും റബ്ബിനോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം എന്റെ സങ്കടം മാറണേന്നല്ല, എന്റെ പ്രയാസം നീങ്ങണേന്നല്ല, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങണേന്നല്ല, മറിച്ച് ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണം, എന്റെ നെഞ്ചിലെ പ്രകാശമാക്കണം ഖുർആനിനെ. അങ്ങനെ അത് എന്റെ ഹൃദയത്തിന്റെ വസന്തവും എന്റെ നെഞ്ചിലെ പ്രകാശവുമായി ഖുർആൻ മാറിയാൽ പിന്നെ എന്റെ ദുഃഖത്തിന് നിൽക്കാൻ ഹൃദയത്തിൽ സ്ഥലമുണ്ടാവുകയില്ല, എന്റെ സങ്കടത്തിന് നിൽക്കാൻ എന്റെ ആത്മാവിൽ സ്ഥലമുണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആൻ ഒരു വസന്തമായി ഹൃദയത്തിൽ വിരിഞ്ഞു നിന്നാൽ പിന്നെ അവിടെ ദുഃഖത്തിന് എവിടെ നിൽക്കാൻ സ്ഥലം, അവിടെ സങ്കടത്തിന് എവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവുകയില്ല. ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടുകളും നാട്ടിൽ നിന്ന് പുറത്താക്കലുകളും പലായനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ച സ്വഹാബികൾ ജീവിതത്തിൽ സമ്പൂർണമായും സന്തുഷ്ടരും സന്തോഷവാന്മാരുമായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരുന്ന ഓരോ ആയത്തുകളും അവർ ജീവിതത്തിന്റെ നിഅമത്തായി കണ്ടു. അറിയുമോ നിങ്ങൾക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബികളിൽ ചിലർ കടുത്ത ദുഃഖത്തിലായി. കടുത്ത ദുഃഖം, ഒരു തരം വിഷാദം പോലെ തന്നെ. ആളുകൾ ചോദിച്ചു, ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതല്ലേ? ഒരാളുടെ മരണം, ജനിച്ചവരൊക്കെ മരിക്കും, ആ ഒരു സാഹചര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതല്ലേ? നമ്മളെ പോലെ ഉന്നതമായ ഒരു നിലവാരത്തിൽ നിൽക്കുന്ന നമ്മൾ ഇത്രയധികം ദുഃഖിക്കാൻ പാടുണ്ടോ എന്ന് ചിലർ ചോദിച്ചപ്പോ അതിനവർ നൽകിയ മറുപടി എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നതല്ല ഞങ്ങൾ ദുഃഖിപ്പിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ ഈ ദുനിയാവിനേക്കാൾ ഉന്നതമായ ഒരു ലോകത്താണ്, എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു ലോകത്താണ് അള്ളാഹുവിന്റെ റസൂൽ. പിന്നെ അതിന് ഞങ്ങൾ ദുഃഖിക്കണോ? ഞങ്ങളുടെ ദുഃഖം അതല്ല. ഇനി ആകാശ ലോകത്ത് നിന്ന് വഹയുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയില്ലല്ലോ എന്നതാണ് ഞങ്ങളെ ദുഃഖിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ മദീന പള്ളിയിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഉറങ്ങുമ്പോഴാണെങ്കിലും ഉണർന്നാലും ഓരോ ദിവസവും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കൊടുക്കുന്ന പുതിയ ആയത്തുകളെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഞങ്ങളെ ജീവിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഇനി അങ്ങനെ ഒരു വഹിയുമായി ഇല്ലല്ലോ, വഹി നിലച്ചല്ലോ, നുബുവത്ത് നിലച്ചല്ലോ, ഇനി ഒരു വചനം കാണാൻ പരിശുദ്ധ ഖുർആനിൽ ഇനി ഒരു വചനം അവതരിക്കാനില്ലല്ലോ എന്ന ദുഃഖമാണ്, എന്ന സങ്കടമാണ് ഞങ്ങളെ വിഷാദത്തിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും അവർക്ക് ഹൃദയത്തിന്റെ വസന്തം തന്നെയായിരുന്നു. ആ ഓരോ വചനങ്ങളും ഇറങ്ങുന്നതിന് പ്രതീക്ഷയോടുകൂടി ഓരോ പ്രഭാതത്തിലും അവർ കാത്തുനിന്നു.
ഓരോ പ്രഭാതത്തിലും പരിശുദ്ധ ഖുർആൻ തന്നെ പല സ്ഥലത്ത് പറയുന്നുണ്ട്. സത്യവിശ്വാസികൾ ചോദിക്കുന്നു, എന്താണ് ആ വിഷയത്തിൽ ആയത്തിറങ്ങാത്തത്, എന്താ ഈ വിഷയത്തിൽ ആയത്തിറങ്ങാത്തത് എന്ന് സത്യവിശ്വാസികൾ ചോദിക്കുമാർ അവർക്ക് വഹയിനോട് അത്രയും വലിയ താല്പര്യമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതാണ്. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ളറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫദ്ദലല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം അലൽ ഖാഇദീന ദറജ വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന വഫദ്ദലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അദീമ എന്ന സൂറത്തുൻ നിസായിലെ ആയത്ത്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങി പുറപ്പെടുന്നവരും ഒരുപോലെയല്ല. ആദ്യം ഈ ആയത്ത് ഇറങ്ങിയത് എങ്ങനെയാണെന്നറിയോ? ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ് ഗൈറു ഉലിൽ ളറരി എന്ന വാക്ക് ഇല്ലായിരുന്നു. ശരിക്കും ശ്രദ്ധിക്കുക. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ് എന്നായിരുന്നു ആയത്ത് ഇറങ്ങിയത്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നവരും ജിഹാദിന് ഇറങ്ങി പുറപ്പെടുന്നവരും ഒരുപോലെയല്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അന്ധനാണ്. അന്ധനായ എനിക്ക് യുദ്ധത്തിന് വരാൻ കഴിയാഞ്ഞിട്ടാണ്. യുദ്ധത്തിന് വരിക സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മദീന പള്ളിയിലെ ചാർജ് ഏൽപ്പിച്ചിട്ടാണ് സാധാരണഗതിയിൽ യുദ്ധത്തിന് പോകാറുള്ളത്. അപ്പൊ നിങ്ങൾ തന്നെ ഞങ്ങളെ ഏൽപ്പിച്ചു, ഞാൻ അന്ധനാണ്, അപ്പോ എനിക്ക് ഈ ദറജ കിട്ടില്ലേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ഈ ആയത്ത് എഴുതിയിട്ട് ഇതിന്റെ മഷി ഉണങ്ങിയിട്ടില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് തീർന്നില്ല. ആയിരം 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 അല്ല ലക്ഷം ലക്ഷം കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് വീണ്ടും അതാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. ഓ മുഹമ്മദ് നബിയെ, ഈ ആയത്തിന്റെ നടുക്കൊരു വാക്ക് ഫിറ്റ് ചെയ്യാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ളറരി, പ്രയാസമുള്ളവർ ഒഴികെ എന്ന് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നു. അവർക്ക് ആ ദർജയുണ്ട്. കാരണം അവർ അന്ധരായിട്ടാണ്, അല്ലെങ്കിൽ മറ്റു പ്രയാസം കൊണ്ടാണ് വീട്ടിലിരിക്കുന്നത്, അല്ലാതെ മടി പിടിച്ചിട്ടോ ഞാൻ അങ്ങോട്ടില്ലാന്നോ പറഞ്ഞിട്ടോ അല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഗൈറു ഉലിൽ ളറർ എന്ന വാക്ക് കൂടി അവിടെ ചേർക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയെ പറഞ്ഞയച്ചു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഒരു വചനവുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം എന്ന ഒരൊറ്റ സഹാബിക്ക് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബേജാറിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി അയച്ചുവെങ്കിൽ അവർ പരിശുദ്ധ ഖുർആനിനെ, ആ വഹീനെ, ആ വഹീയുമായി വരുന്ന ആ സംരംഭങ്ങളെ അത്രമാത്രം അവർ സ്നേഹിച്ചിരുന്നു. അവർക്ക് തണലായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ലിഹാർ നടത്തിയിട്ട് എന്റെ ഭർത്താവ് എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു, എനിക്കാകട്ടെ ഭർത്താവിന് വലിയ ഇഷ്ടമാണ്, അദ്ദേഹം എന്നെ ഒഴിവാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ, ലിഹാർ ചെയ്താൽ പിന്നെ ഒരു രക്ഷയുമില്ല, അതുകൊണ്ട് നിന്റെ വിഷയത്തിൽ ഞാൻ ഒരു വിധി കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ, ഞാൻ എന്റെ ആവലാതി, ഞാൻ എന്റെ വേവലാതി എന്റെ റബ്ബിനെ ബോധിപ്പിക്കുന്നു എന്ന് ആ സ്ത്രീ റസൂലുള്ളാഹിന്റെ സദസ്സിൽ വെച്ച് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആനിലെ 58-ാം അധ്യായം അവതരിച്ചു. ഖദ് സമിഅല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ താങ്കളോട് തർക്കിക്കുന്ന പടച്ച റബ്ബിലേക്ക് തന്റെ കാര്യങ്ങൾ മടക്കിയ ആ സ്ത്രീയുടെ സംസാരം ഞാൻ കേട്ടിരിക്കുന്നു. ഇതാ വിഷയത്തിലെ വിധി ഇതാ നോക്കൂ. അങ്ങനെ ജീവിതത്തിൽ അവർക്ക് പരിശുദ്ധ ഖുർആൻ ഒരാശ്വാസമായിരുന്നു. അതൊരു മൗഇളത്തായിരുന്നു. അത് ഹൃദയത്തിന് ശിഫയായിരുന്നു. ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റിക്കളയുന്നതായിരുന്നു പരിശുദ്ധ ഖുർആൻ. ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും അങ്ങനെ ആയിത്തീരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ സംരംഭത്തിന് നമ്മൾ പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തം എന്ന പേര് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ ഞാൻ സംസാരിക്കും. എന്നിട്ടാണ് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. അതിന് മുന്നോടിയായി 1-2 കാര്യങ്ങൾ പറയാണ്. എൻ്റെ ഉദ്ദേശം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. പിന്നീട് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. നമ്മൾ സൂറത്തു ഫാത്തിഹയാണ് ആദ്യം തുടങ്ങുക. സൂറത്തു അൽ ഫാത്തിഹ. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത്? വലിയൊരു വിശദീകരണം ആവശ്യമില്ലെങ്കിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഅ്ളമു സൂറത്തിൻ ഫീ കിതാബില്ലാഹ് സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും മഹത്തായ സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂറത്തുൽ ഫാത്തിഹ.
അതുകൊണ്ട് അവിടുന്ന് തുടങ്ങണം. അത് നമ്മൾ മുഖ്യ പ്രാധാന്യം നൽകുക. ഒന്നത് പാരായണം ചെയ്ത്, നന്നായി പാരായണം ചെയ്ത് അത് ഹിഫ്ളാക്കുന്ന ഒരു രൂപം നിങ്ങളെടുത്തുനിന്ന് വേണം. അതിൻ്റെ കൂടെ അതിൻ്റെ തഫ്സീറുകൾക്ക് ഞാൻ ഇമ്പോർട്ടൻസ് നൽകും. എന്ന് പറഞ്ഞാൽ ഓരോ വചനങ്ങളെയും എനിക്ക് സാധിക്കാവുന്നത്ര വിശദീകരിക്കുവാനും ഞാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പോലെ പറയാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ വ്യക്തമായി പാരായണം ചെയ്തും അതിൻ്റെ കൂടെ അതിൻ്റെ ആശയങ്ങളും അതിൽ പറയപ്പെട്ട, നേരത്തെ സ്വഹാബികൾ പറഞ്ഞതുപോലെ ഒരായത്ത് പഠിച്ചാൽ അതിലൊരു അഖീദ വിഷയം ഉണ്ടാവും. അപ്പൊ അത് നമ്മളൊന്ന് സൂചിപ്പിക്കും. അതിലൊരു ഇൽമിയായ ഒരു പോയിന്റ് ഉണ്ടാവും, അതും നമ്മൾ സൂചിപ്പിക്കും. അതിലൊരു അമലും ഉണ്ടാവും, അതും സൂചിപ്പിക്കും. ഇങ്ങനെ അതിൽ പറഞ്ഞ അഖീദയും ഇൽമും അമലും എല്ലാം കൂടി പഠിച്ച് അങ്ങനെ സാവകാശം, ചിലപ്പോൾ 10 ആയത്തൊക്കെ ഒരുമിച്ചെടുക്കുന്ന അങ്ങനെ ഒരു രീതിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരായത്ത് അതിന്റെ പരിപൂർണമായ തഫ്സീർ അടക്കം മനസ്സിന് സമാധാനം നൽകുന്ന രൂപത്തിൽ, എൻ്റെ കൂടി മനസ്സിന്, ക്ലാസ് എടുക്കുന്ന എൻ്റെ കൂടി മനസ്സിന് സമാധാനം നൽകുന്ന രൂപത്തിലായിരിക്കും ഞാൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ആയത്ത് പഠിക്കുമ്പോൾ അത്യാവശ്യം ആ ആയത്തിൽ ഉപയോഗിച്ച പദങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം ആ വചനങ്ങൾ, അതിന്റെ അറബി ലഫ്ളുകൾ എന്ന് പറഞ്ഞാൽ അറബി ഗ്രാമറോ അതിൻ്റെ അതൊന്നും നമ്മൾ പഠിപ്പിക്കൂല. അതിന് മറ്റൊരു വേദിയാണ് നമ്മൾ കാണേണ്ടത്. എന്നാൽ ആ ആയത്തിലെ വചനങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമുള്ള ചില അറബി വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നമ്മൾ അതിന്റെ കൂടെ പഠിക്കുകയും ചെയ്യും. ആ സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയത്തിൻ ഫീ കിതാബില്ല, അതാണ് പിന്നെ പഠിക്കുക. ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്താണ്, അത് ആയത്തുൽ കുർസിയ. പിന്നീട് നമ്മൾ പഠിക്കുക അതും അതിന്റെ തഫ്സീറുമാണ്. അതുപോലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ വചനങ്ങൾ, സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്, സൂറത്തുൽ മുൽക്ക്, അങ്ങനെ തുടങ്ങി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാവുന്ന സൂറത്തും അതിന്റെ തഫ്സീറും. വെള്ളിയാഴ്ച ഓതുന്ന സുബ്ഹിസ്മ റബ്ബിക്കൽ അഅല, ഹൽ അതാക ഹദീസുൽ ഗാശിയ, വെള്ളിയാഴ്ച സുബൈക്ക് ശേഷം ഓതുന്ന സൂറത്തുൽ ദഹർ, അതുപോലെ തന്നെ സൂറത്തുൽ സജ്ദ, അങ്ങനെ ഉള്ള സൂറത്തുകളൊക്കെ എടുത്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ സൂറത്തുകൾ എടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് അതല്ല അങ്ങനെയല്ല അഭിപ്രായമെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾ സൂചിപ്പിച്ചാൽ മതി ഓഫീസിൽ. അങ്ങനെയും മാറും. ഏത് രൂപത്തിലാണെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ മഹത്തായ ഈ ഗ്രന്ഥം അത് പഠിക്കാൻ മാനസികമായി നമ്മൾ തയ്യാറെടുക്കുക. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു വലിയ നിഅമത്തായി ബർക്കത്തായി തീർക്കുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും ഇതിന്റെ എല്ലാ ഖൈറാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇതിന്റെ മാർഗങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നീക്കി തരുമാറാകട്ടെ. ഇതൊരു സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടുവാൻ ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുള്ള ഇതിന്റെ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ നമുക്കിതിന് അനുവാദം നൽകിയിട്ടുള്ള ഭരണാധികാരികളും എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന എല്ലാ നന്മകളുടെയും ഒരു ഓഹരി അത് പൂർണ്ണമായും ഒട്ടും കുറഞ്ഞു പോകാതെ അവരുടെ നന്മയുടെ തുലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബതിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.